അഹ്ലുസുന്നയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി കൊണ്ട് അഹ്ലുസുന്നയുടെ അസ്ൽ എന്ന് നമ്മൾ പറയാറുള്ളത്. ഒന്നാമത്തേത് അതുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത് തഖ്ദീമുൻ നഖ്ലി അനിൽ അഖ്ലി എന്നാണ്. തഖ്ദീമുൻ നഖ്ലി അനിൽ അഖ്ലി. തഖ്ദീമുൻ നഖ്ൽ എന്ന് പറഞ്ഞാൽ പ്രമാണത്തെ എപ്പോഴും മുന്തിക്കും, അനിൽ അഖ്ലി ബുദ്ധിയേക്കാൾ. പ്രമാണത്തിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ അല്ലേ എന്ന ചർച്ചയിലേക്ക് പോകൂല. കാരണം എന്താണ്? ഈ സംഭവങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഹദീസുകൾ എന്ന് പറഞ്ഞത് അള്ളാന്റെ അടുത്തു നിന്നുള്ള വഹിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല എന്നതുകൊണ്ട് അത് എന്താകൂല, അത് പ്രമാണമല്ലാതെയാകൂല എന്നതാണ് അടിസ്ഥാനപരമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മുടെ ബുദ്ധിന്റെ കുറവാണെന്ന് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് തിരിയണില്ലെങ്കിൽ നമുക്ക് തിരിയുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് തിരിയുന്നില്ല എന്നതുകൊണ്ട് അത് പ്രമാണമാകാതിരിക്കൂല. നമുക്ക് തിരിയുന്നില്ലെങ്കിൽ അത് നമ്മുടെ ബുദ്ധിയുടെ കുറവ് എന്ന് മനസ്സിലാക്കാൻ മാത്രം. അതാണ് യഥാർത്ഥത്തിൽ ആ വിഷയത്തിലെ നിലപാട്. എന്തേ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് കഴിഞ്ഞു വന്നു, ആകാശത്ത് 7 ആകാശത്തും പോയി വന്നിങ്ങനെ എങ്ങനെ ഇത് സമൂഹത്തിനോട് പറയുമെന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴാണ് മക്കയിലെ മുശ്രിക്കുകൾ വന്നിട്ട് കളിയാക്കിയത്. അല്ല മുഹമ്മദേ, പുതിയ വിവരമൊന്നും ഇല്ല ഇപ്പൊ ആകാശത്ത് നിന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, പുതിയ വിവരമല്ല, ഞാൻ ഇന്നലെ രാത്രി ആകാശത്തൊക്കെ പോയി വന്നതാണെന്ന്. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ഓടി ചെല്ലേണ്ട അബൂജഹലിനെ പോലത്തെ ആളുകൾ. പണ്ടേ പറഞ്ഞതാണ് മുഹമ്മദിന് ഭ്രാന്താണെന്ന്, ഇപ്പൊ ബോധ്യമായിട്ടുണ്ട്. അബൂബക്കർ എഞ്ഞെങ്കിലും എന്തായിക്കാൾ ഞങ്ങളൊപ്പം പോര്. ഇന്നലെ രാത്രി ഇവിടുന്നാണ് ബൈത്തുൽ മുഖദ്ദസ്ക്ക് പോയി, അവിടുന്ന് അങ്ങോട്ട് 7 ആകാശത്തിന്റെ മുകളിൽ പോയി എന്നാണ് ഇപ്പൊ രാവിലെ ഇരുന്നിട്ട് പറയേണ്ടത് എന്നാണ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇത്ര ചോദിച്ചിട്ടുള്ളൂ. എന്ത്? നബി പറഞ്ഞു ചോദിച്ചു. ആ പറഞ്ഞ സ്വദ്ദഖ്തു, ഞാനത് വിശ്വസിച്ചു, എനിക്കതിൽ അത്രേ ഉള്ളൂ. സ്വദ്ദഖ്തു, ഞാനത് വിശ്വസിച്ചു, എനിക്കതിൽ അത്രേ ഉള്ളൂ. അപ്പോഴാണ് മറ്റാൾ ആകെ വേജാറുണ്ട്, എന്താ ഇയാളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നബി പറഞ്ഞു, ആ പറഞ്ഞു, എന്നാ സ്വന്തത്തെ ഞാൻ വിശ്വസിച്ചു. ഇതാണ് നേരത്തെ പറഞ്ഞത് ഇന്നമാ ഖൗലുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ വാക്ക് അത്രേ ഉള്ളൂ, സ്വദ്ദഖ്തു, ഞാനത് വിശ്വസിച്ചു, അതിൽ അത്രേ ഉള്ളൂ. കാരണം റസൂലുള്ള കളവ് പറയില്ല. നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതല്ല. ഒരു രാത്രി കൊണ്ട് 7 ആകാശത്തിന്റെ മുകളിൽ പോയി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയപ്പോ അത് ഉൾക്കൊള്ളാൻ കഴിയുക? അപ്പൊ പിന്നെന്താ, നിഷേധിക്കേണ്ട ആവശ്യം, നമുക്കൊന്ന് വ്യാഖ്യാനിച്ചു നോക്കാം. അതായിരുന്നു മുഅ്തസിലിയാക്കൾ പറഞ്ഞത്, തഖ്ദീമുൽ അഖ്ലി അനിൻ നഖ്ലി. അത് അങ്ങനെയാണ്, അഖ്ലിനെ ആദ്യം മുമ്പോട്ട് കൊണ്ടുവച്ചിട്ട് പിന്നെയാണ് എന്താക്കുക, നഖ്ലിനെ കൊണ്ട്. അത് സ്വപ്നം കണ്ടെന്ന് പറഞ്ഞാൽ പോരെ, വളരെ ഉഷാറായില്ലേ? കാരണം ഒരു രാത്രി കൊണ്ട് 7 ആകാശം 70 ആകാശം ഉണ്ട്, അതിന്റെ മേലെ പോയിട്ട് എന്താക്ക പോരാ. ഈ രൂപത്തിലാണ് അവർ കടന്നു വന്നത്. അഥവാ പ്രമാണങ്ങളെ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കുന്നിടത്തേക്ക് പോയി കാര്യങ്ങൾ. അത് യഥാർത്ഥത്തിൽ അതിലൂടെ സംഭവിച്ചത് പലതും ഇല്ലാതെയാകുന്നിടത്തേക്ക് എത്തി. അതൊരു നിഷേധത്തിന്റെ തലത്തിലേക്ക് നീങ്ങുന്നതാണ് പിന്നീട് ചരിത്രങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കതിലൂടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ട വസ്തുതകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങളെ മുഴുവൻ അങ്ങനെ വ്യാഖ്യാനിച്ചു തുടങ്ങിയപ്പോ പലതും വ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ആളുകൾ പിന്നെങ്ങനെ, അതായത് മുഅ്തസിലിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസിൽ ഇബ്നു അത്താ എന്ന് പറഞ്ഞ ചെങ്ങായിയാണ് ഈ വിഷയം ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത്. ഇങ്ങനത്തെ ഒരു ഫിത്ന ദുനിയാവിൽ ഉണ്ടാക്കുന്നുണ്ട്. ഈ വാസിൽ ഇബ്നു അത്താഇന്റെ അനുയായികൾ ചെയ്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒറ്റയടിക്ക് നിഷേധിക്കാൻ പറ്റൂല. അപ്പൊ അതിന് അയാൾ കണ്ടെത്തിയ പുതിയ മാനദണ്ഡങ്ങൾ വെച്ച് ഓരോന്നായിട്ട് ഇല്ലാതെയാക്കുക എന്നതാണ് അയാൾ കണ്ടെത്തിയ മാർഗം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിക ലോകത്ത് ഹദീസുകളെ മുത്തവാത്തിർ, ആഹാദ് എന്ന രൂപത്തിലേക്ക് തിരിക്കാൻ തുടങ്ങിയത്. സത്യത്തിൽ അങ്ങനത്തെ ഒരു സംഭവമില്ല, എല്ലാ ഹദീസും മുത്തവാത്തിർ തന്നെയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ് പറഞ്ഞ അങ്ങനെയാണ്. മുത്തവാത്തിർ, ആഹാദ് എന്ന വിഭജനത്തിലേക്ക് ഹദീസുകളെ കൊണ്ടുപോകുന്ന പ്രവണത തുടങ്ങി വെച്ചത് ആരാണ്? മുഅ്തസിലിയാക്കളാണ്. അവരിത് കൊണ്ടുപോകാൻ അവർക്ക് അടിസ്ഥാനപരമായി ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് ഒരു അടിസ്ഥാനപ്പെടുന്ന സത്യത്തിൽ ഇവർക്ക് എവിടുന്ന് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തുമ്പില്ലാതാക്കണം. അങ്ങനെ ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെന്തെങ്കിലുമൊക്കെ ആളുകളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഇത് നടക്കുള്ളൂ, അല്ലാതെ ഒറ്റയടിക്ക് ഇത് പറഞ്ഞാൽ എന്താവില്ല, വിശ്വസിക്കൂല. ഇങ്ങനെ ഫിലോസഫികളും കഥകളും അതുപോലെ തന്നെ പലതും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നും മേഡ് ഇൻ ഇന്ത്യയാണ് സത്യത്തിൽ എന്ത് ചെയ്യും, മുത്തവാത്തിറും ഖബറഹാദും. മേഡ് ഇൻ ഇന്ത്യ എന്ന് നമുക്ക് പറയാം. കാരണം ഇന്ത്യൻ പങ്കതന്ത്ര കഥകൾ പറഞ്ഞിട്ടുള്ള പണ്ടൊക്കെ ബാലരമൊക്കെ വായിച്ചപ്പോ ഇതൊക്കെ ഉണ്ടാവും, പങ്കതന്ത്ര കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകൾ. ഈ കഥകളുടെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ ഇന്ത്യ തന്നെയാണ്. ആ കഥകളുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പങ്കതന്ത്ര കഥകളിലെ അടിസ്ഥാനമാണ് ഒരു കാര്യം വിശ്വാസയോഗ്യമായി തീരണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അതൊരു 9 ആളെങ്കിലും എന്താക്കണം, പറയണം എന്നുള്ളത്. അത് നമ്മളെ കഥന്റെ അടിസ്ഥാനമാണ്, ഇവിടുത്തെ ഇന്ത്യക്കാരെ കഥന്റെ അടിസ്ഥാനമാണ്. ഇത് തിരക്കടില്ല. കാരണം ഇതാണ് വെച്ച് കഴിഞ്ഞാല് പലതും ഒറ്റടിക്കട് ഇല്ലാതായി കിട്ടും.
അപ്പൊ അവര് പറഞ്ഞു, ഒരു കാര്യം വിശ്വാസയോഗ്യമായി തെരഞ്ഞെടുക്കണമെങ്കിൽ അതിന്റെ സനദുകൾ മുത്തവാത്തിറായി കൊണ്ടുവരണം എന്നാണ്. മുത്തവാത്തിറായി വരിക. ഇപ്പൊ ഇമാം സുയൂത്തി റഹിമഹുല്ലൊക്കെ മുത്തവാത്തിർ എന്ന് പറഞ്ഞപ്പോ ഏറ്റവും മിനിമം ഒരു 9 ആളെങ്കിലും ആ സംഭവം കേട്ടിരിക്കണം. 9 ആളുകളിൽ നിന്ന് 9 ആളുകൾ പറഞ്ഞിരിക്കണം. ആ 9 ആളുകളിൽ നിന്ന് വേറെ 9 ആളുകൾ എന്തായിരിക്കണം, അത് ഉദ്ധരിക്കണം എന്നൊക്കെയാണ് പറയാം. 9 ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 9 ആളും മലപ്പുറത്തേരാണെങ്കിൽ ഒരാളായിട്ടേ പരിഗണിക്കുള്ളൂ. കാരണം ഒരു പരസ്പരം കാണാൻ സാധ്യത ഉണ്ട്. അങ്ങനത്തെ ആളുകളാകാനും പാടില്ല. അങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ 100 സഹാബിമാരൊരു സംഭവം കേട്ടു. ആ 100 സഹാബിമാരിൽ നിന്ന് 10,000 താബികൾ ഉദ്ധരിച്ചു. ഇങ്ങനെ പോരിനെ വൈക്കല് ഈ സംഭവം ഇങ്ങനെ ഉദ്ധരിച്ചു പറഞ്ഞ കൂട്ടത്തില് ഒരു സ്ഥലത്തെത്തിയപ്പോ ഒരു 9-ൽ താഴെ 8 ആളുകളിലൂടെ മാത്രമാണ് ഈ സംഭവം ഇങ്ങനെ പോകുന്നത് കഴിഞ്ഞാൽ ഇവരുണ്ടാക്കിയ അസ്ലിന്റെ അടിസ്ഥാനത്തിൽ മുത്തവാത്തിറിൽ നിന്നും ഹദീസ് ആഹാദ് എന്ന ഗണത്തിലേക്ക് പോരും. ആഹാദിനെ എല്ലാം എടുക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ആഹാദിനെ തന്നെ പിന്നെ 4 കഷ്ണാക്കി. അതിലെ അസീസ്, ഗരീബ്, അതേപോലെ തന്നെ മഷ്ഹൂർ, മുസ്തഫീദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഇപ്പൊ തൽക്കാലം ഒരു ഒച്ചയിട്ട് ഇങ്ങനെ കേട്ടാൽ മതി. ഓരോന്നിന്റെ ഡെഫിനിഷൻ പറയാൻ നിന്നാല് നമുക്ക് സമയമൊന്നും മതിയാവൂല. അപ്പൊ ആഹാദിന്റെ കൂട്ടത്തിൽ തന്നെ ഇതിങ്ങനെ ഓരോന്ന്, അഥവാ ഒറ്റ റാവി മാത്രമുള്ള പരമ്പര. നബിയിൽ നിന്ന് ഒരു സഹാബി കേട്ടു, ആ ഒരു സഹാബിയിൽ നിന്ന് ഒരു താബിയെ കേട്ടു, ആ ഒരു താബിയിൽ നിന്ന് ഒരു തബഉ താബിയെ കേട്ടു, ആ ഒരു തബഉ താബിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യൻ കേട്ടു. അവിടെ ഒരു മുഅല്ലിഫ് അത് രേഖപ്പെടുത്തി വെച്ചു. അങ്ങനെ വന്നാൽ അതിനെന്ത് പറയും? അതിന് ഏകരാവി പരമ്പര. അതിനാണ് എന്ത് പറയേണ്ടത്? ഗരീബായ സനദ്. ആ ഗരീബായ സനദ് ഇനി എല്ലായിടത്തും ഒരാളാകണമെന്നില്ല, എവിടെയെങ്കിലും ഒന്നൊരാളായാൽ മതി, എന്നാലും മതി. 10 ആള് കേട്ടത് ഒരാളെ ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗരീബായി. അത് വിശ്വാസ കാര്യങ്ങൾക്ക് തെളിവായി എടുക്കാൻ പറ്റൂല എന്നൊരു പുതിയ വാദത്തിലേക്ക് എത്തി. അതോടുകൂടി എന്തൊക്കെ ഇവിടുന്ന് പുറത്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ദജ്ജാല് പുറത്തായി. ദജ്ജാല് പറഞ്ഞ സാധനം ഇല്ല, കാരണം അത് വിശ്വാസകാരിയാണ്. ഒറ്റ ഹദീസിലൂടെ മുത്തവാത്തിറായ ഹദീസ് കൂടെ വന്നിട്ടില്ല. കാരണം ഇവരുണ്ടാക്കിയ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു മുത്തവാത്തിറ അല്പം ദുനിയാവിൽ ഉണ്ടാകുന്നില്ല. ഖബർ ശിക്ഷ അങ്ങനെ സംഭവം തന്നെ ഇല്ല. അതൊന്നും ഇല്ല. വെറുതെ എന്തിനാണ് നിങ്ങൾ ബേജാറാണ്? ഖുർആനിൽ ആയത്തില്ല എന്നാണ്. ഏതായത്ത്? യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. സൂറത്തു യാസീൻ. അല്ലേ? എന്താ പറഞ്ഞത്? സത്യനിഷേധികളായ ആളുകൾ പറയുന്ന അവരുടെ ഗദ്ഗതമായി കൊണ്ട് ഖുർആൻ പറഞ്ഞതാ, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ഈ സ്ഥലത്തു നിന്നും നമ്മെ വിളിച്ചുണർത്തിയത് ആരാണ്? എന്റെ നാശമേ. അപ്പൊ സുഖമായിട്ട് കിടന്നുറങ്ങിയ ഖബറില് വിളിച്ചു ഉണർത്തിയപ്പോഴാണ് എന്തായത്? ആഗോൽക്ക് ശല്യായത്. അതിന്റെ അർത്ഥം എന്താ? ഖബറിൽ ശിക്ഷയില്ല. മാത്രല്ല ഖുർആൻ അത് സ്വരീഹായി കൊണ്ട് പറയുകയും ചെയ്തു. അപ്പൊ ഇനി ഹദീസിൽ ഇനി പറഞ്ഞാൽ തന്നെ ഖുർആനും ഹദീസും തമ്മിൽ വൈരുദ്ധ്യാണല്ലോ. അപ്പൊ അങ്ങനെ ആകുമ്പോ ഖുർആൻ നമുക്ക് തള്ളാൻ പറ്റൂല. അപ്പൊ ഹദീസിന് എന്താക്കുക? വല്ല മൂലക്കാക്കുക. അതായിരുന്നു പുതിയ പ്രവണത. ഇതിലൂടെ വന്ന ഭയങ്കര ഫിത്തനകളാണിത്. സത്യത്തിൽ എന്താ അത് ഹദീസ് പഠിച്ചു കഴിഞ്ഞാൽ വിഷയം തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കാരണം എന്താ? ബർസഖ് എന്ന് പറയുന്ന കാലഘട്ടത്തിന് ഒരു അവസാനമുണ്ട്. ആ അവസാനം കഴിഞ്ഞ് പരലോകത്തിന്റെ മുമ്പ് ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ മനുഷ്യരെല്ലാരും അവിടെ കെടുക്കും. അത് അവിടെ കുറ്റവാളി എന്നോ നല്ല ആളുകളെന്നുള്ള ചർച്ചകളൊന്നുമില്ല. എല്ലാരും പിന്നെ ശാന്തമായി ഉറക്കാണ്. ഖബർ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദം നബി അലൈഹി ഇസ്ലാമിനും ലോകാവസാനത്തിന്റെ അന്ന് മരിക്കണ ആക്കും ഒരേ കാലഘട്ടം കഴിച്ചുവിട്ടേണ്ട സംഭവമാണ്. എങ്ങനെ? ബർസഖിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹി സ്വലാം എത്രയാണോ കഴിച്ചു കൂട്ടിയത് അത്ര തന്നെയാണ് ലോകാവസാനത്തിന്റെ അന്ന് മരിക്കണ ആളും കഴിച്ചു കൂട്ടേണ്ടത്. ലോകാവസാനത്തിന്റെ അന്ന് മരിച്ചെന്ന ഖബറിൽ എടുക്കേണ്ടില്ല. ഇനി ഇന്നെന്താവും? അടുത്ത ദിവസം തന്നെ വേണ്ട പോയി കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് കഴിച്ചില്ലാവുകയുള്ളൂ. ഇല്ല, അതല്ല. എല്ലാവർക്കും കഴിച്ചു കൂട്ടേണ്ടത് അതേപോലെയാണ്. എങ്ങനെ? ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ മനുഷ്യരെന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ 9 മാസം അല്ലെങ്കിൽ 10 മാസം കഴിച്ചു കൂട്ടാൻ എല്ലാവർക്കും എന്താണ്? വാജിബാണ്. അല്ലെ? ഏറ്റവും മിനിമം 8 മാസമെങ്കിലും അവിടെ പിടിച്ച് കെടുത്തും. എന്നിട്ട് എന്തൊക്കെ കീറുള്ളൂ. അതെല്ലാരും കഴിച്ചു കൂട്ടണം. അതേപോലെ ബർസഖിന്റെ ഗർഭപാത്രത്തിൽ എല്ലാവരും കഴിച്ചു കൂട്ടേണ്ട കാലഘട്ടം ഒന്നാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശാന്തമായൊരു ഉറക്കിന്റെ കാലുണ്ട്. അപ്പോ അതുവരെ കുറ്റം ചെയ്തതിന്റെ പേരിൽ അതുവരെ പീഡനം അനുഭവിച്ച ആള് ഒന്നങ്ങോട്ട് ഉറങ്ങുമ്പോത്തിന് ഓനക്ക് തോന്നാണ് ഉറങ്ങിക്കഴിഞ്ഞാലുള്ള പ്രശ്നം നമ്മളൊക്കെ അനുഭവിക്കുന്ന പ്രശ്നമാണ്. അല്ലെ? രാത്രി ഒന്നാണ്ട് ഉറങ്ങി കണ്ണട് തുറക്കുമ്പോത്തിന് നേരം വെളുത്തു. അതാണ് പ്രശ്നം. അപ്പൊ വീണ്ടും എന്താണ്? ആ പഴയതും ബേജാറാണ്. എന്ത്? ഇപ്പൊ ഒന്ന് ശിക്ഷകളിൽ നിന്നൊക്കെ ഒന്നൊന്നട് കഴിച്ചിലായിട്ട് ഒന്നങ്ങോട്ട് ഉറങ്ങിയിട്ടുള്ളായിരുന്നു. ആ ഉറങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ആരോ വിളിച്ചു, യാ വൈലന മൻ ബഅസന മിൻ മർഖദിന. അല്ലെ? നല്ല പല്ലുവേദന വന്ന് രാത്രി ഉറങ്ങാൻ കഴിയാതെ പ്രയാസപ്പെട്ട് അങ്ങനെ അങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങോട്ടും തിരിഞ്ഞ് അവസാനം ഒന്നിങ്ങനെ ഉണ്ട്. ഒന്നിങ്ങനെ കണ്ണടി ചിമ്പിയത്. അപ്പോഴാണ് മൊബൈലിന് അലാറം അടിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ ഉണ്ടാകുക? അല്ലെങ്കിൽ നമ്മളെ സുഹൃത്ത് എന്താണ് ഇങ്ങനെ വിളിച്ചിട്ടത്. അപ്പൊ എന്താ? ഓനോട് ഉണ്ടാണ് മനോഭാവം എന്തേക്കാരം?
സഹോദര എന്നല്ലല്ലോ അവിടെ വരികയല്ലേ, യാ വൈലന അവിടെ ചെങ്ങായി എന്താണ് മംബാസൻ, ആരുടെ എന്നെ വിളിച്ചത്, ഇന്നെ തൊന്നണ്ട് ഉറങ്ങിയിട്ടുള്ളിരുന്നു. അതാണ് ആ സംഭവം. അതിനെ അത് മനസ്സിലാണ് എന്ത് വേണം, ഇവിടെ ഹദീസ് പഠിക്കേണ്ടതുണ്ട്. ഹദീസ് എടുക്കാൻ പറ്റൂല, കാരണം എന്താ, ഹദീസ് ഏകറാവി പരമ്പരയാണ്. അതാണ് വിഷയം. ഈ രൂപത്തിലേക്ക് ഇല്ലാത്ത പുതിയ നിയമങ്ങളും നിബന്ധനകളും കൊണ്ടുവന്നുകൊണ്ട് ഈ ആളുകൾ ഇതിനെ യഥാർത്ഥത്തിൽ പ്രയാസപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് മുഅ്തസിലിയാക്കൾ ഉണ്ടാവേണ്ടത്. മുഅ്തസിലിയാക്കളുടെ പിൻഗാമികളായിക്കൊണ്ട് പിന്നെ അമരിയാക്കളും ഇതുപോലെയുള്ള ആളുകളും അങ്ങനെ ഓരോ വിഭാഗങ്ങളായിക്കൊണ്ട് കടന്നു വരികയാണ് ചെയ്തത്.